ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആവോലി മുളക് കറിയാണ്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവോലി വൃത്തിയാക്കി തോല് കളഞ്ഞത് 1/2 കിലോ. ആവോലി വെളുത്തതും ഉണ്ട് കറുത്തതും ഉണ്ട്, അതിൽ ഏതായാലും മതി. ചുവന്നുള്ളി അരിഞ്ഞത് 6 എണ്ണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ. പച്ചമുളക് എരിവിനനുസരിച്ച്. കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. കുടംപുളി 3 എണ്ണം. കടുക് 1/2 ടീസ്പൂൺ. ഉലുവ 1/4 ടീസ്പൂൺ. കറിവേപ്പില 1 തണ്ട്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. വെള്ളം ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഇനി അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചട്ടിയിലെ ചൂട് അധിക നേരം നിൽക്കും, അത് കാരണം കുറച്ചു നേരം ചൂട് നന്നായിട്ട് നിൽക്കും. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ പൊടികൾ ഇടാവൂ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്ര ഇടരുത്, ഒരുപാട് എരിവ് കൂടുതലായിരിക്കും. കാശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല നിറവും കിട്ടും, പിന്നെ കൊഴുപ്പ് കിട്ടും. അതേപോലെ എരി നന്നായിട്ട് കുറവായിരിക്കും. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് ഈ പൊടികളെല്ലാം കൂടെ കുറച്ച് എണ്ണയിലോ വെള്ളത്തിലോ കുഴച്ചിട്ട് ഇതിലേക്ക് ഇട്ടാലും മതി. അപ്പൊ അത് കരിഞ്ഞു പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പൊടികൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയി പോകും. അപ്പൊ അത് കാരണം ചെറിയ തീയിലിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ. പൊടിയുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ ഇതിലേക്ക് കുടംപുളി കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. വലിയ പുളിയാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ അതേപോലെ തന്നെ ഇട്ടാലും മതി. ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ മീനൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. അതിനേക്കാളും വളരെ കുറച്ച് മുകളിൽ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം കൂട്ടി ഒഴിച്ചാലും നമ്മുടെ മീൻകറി ടേസ്റ്റ് വരത്തില്ല. ഇനി ഇതിലേക്ക് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ആവോലിയുടെ തോലിന് അല്പം കട്ടിയുണ്ട്, അതുകൊണ്ട് ആ തോല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കളയണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി തുറന്ന് നോക്കാം. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ചുറ്റിച്ചിട്ട് ഇനിയിപ്പം നമ്മൾ മീൻ വെന്ത് തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ തവി ഉപയോഗിക്കരുത്, കാരണം മീൻ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ബട്ടൺ ചുറ്റിച്ചെടുക്കുകയോ ചെയ്യാവുള്ളൂ. ഇനി തുറന്നു നോക്കാം. ഇപ്പം മീനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലെ എണ്ണ തിളഞ്ഞു തുടങ്ങി. ഇനി അടച്ചു വെക്കാതെ തുറന്നു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മുകളിൽ എണ്ണ തെളിഞ്ഞും വരും. ആ ഒരു സ്റ്റേജ് വരെ ഇത് തിളപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാൻ. അപ്പം നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ആ കറിക്ക് കുറച്ചും കൂടെ കളറ് ചേഞ്ച് ആവും, നന്നായിട്ട് ഡാർക്ക് കളറായി തുടങ്ങും. അപ്പോൾ അതേപോലെ മുകളിൽ അതിന്റെ ഫാറ്റ് തെളിയും. തീ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മുടെ കുടംപുളി ഇട്ട മീൻ മുളക് കറി റെഡിയായി. ഇത് കപ്പ വേവിച്ചതിനോടൊപ്പമോ ചോറിനെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് പാചകലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ പേജ് ലൈക്ക് ചെയ്യുക.